നമസ്കാരം. പ്രധാന വാർത്തകൾ. കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം വ്യവസായ മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തുടക്കം കുറിച്ചത് LDF സർക്കാർ. നാടിന്റെ വികസനം സമൂഹം അറിയരുതെന്ന വാശി ചിലർക്കുണ്ടെന്ന് മുഖ്യമന്ത്രി. പോലീസ് വേട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ ഇരയായത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് മുൻ മന്ത്രി തോമസ് ഐസക്. എല്ലാ സർക്കാരിന്റെ കാലത്തും പോലീസിൽ പൊഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. പോലീസ് വിഷയം കോൺഗ്രസ് ഉയർത്തുന്നത് രാഹുൽ മാങ്കൂട്ടം സൃഷ്ടിച്ച പ്രതിസന്ധിയെ മറികടക്കാനെന്നും തോമസ് ഐസക്. പഴയന്നൂരിൽ മദ്യലഹരിയിൽ അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച മകൻ അറസ്റ്റിൽ. വെട്ടേറ്റത് പഴയന്നൂർ കല്ലമ്പറമ്പ് വടക്കേപ്പറമ്പിൽ അംബികയ്ക്ക്. മകൻ കൃഷ്ണകുമാറിനെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ്. അന്തർ സംസ്ഥാന ടാർ മോഷ്ടാവ് പഴയന്നൂർ പോലീസിന്റെ പിടിയിലായത് തിരുനെൽവേലി സ്വദേശി ഷെയ്ഖ് മൊയ്തീൻ. തൃശൂർ കോലഴിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് വടക്കാഞ്ചേരി പാർലിക്കാട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. വാർത്തകൾ വിശദമായി. കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം വ്യവസായ മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. LDF സർക്കാരാണ് ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തുടക്കം കുറിച്ചതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം സംഘടിപ്പിച്ച വ്യവസായ ഉച്ചകോടി കിഫ് ഇൻഡ് സമ്മിറ്റ് 2025 ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മുഖ്യമന്ത്രി. കൊച്ചി ബാംഗ്ലൂർ വ്യവസായ ഇടനാഴി ആരംഭിക്കാൻ കഴിഞ്ഞത് കേരളത്തിൻ്റെ വികസന സങ്കല്പത്തിൽ തന്നെ മാറ്റം വരുത്തുമെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടി. നാടിൻ്റെ വികസനം സമൂഹം അറിയരുതെന്ന വാശി ചിലർക്കുണ്ട്. അറിയിക്കേണ്ട മാധ്യമങ്ങളും അറിയിക്കാതിരിക്കാനാണ് ശ്രമിക്കുന്നത്. നാളിതുവരെ അസാധ്യമെന്ന് തോന്നിപ്പിച്ച കാര്യങ്ങളാണ് കേരളം നടപ്പിലാക്കുന്നത്. വ്യവസായ മേഖലയിൽ ലോകത്തിന് മുമ്പിലെത്താൻ സാധിച്ചത് സർക്കാരിൻ്റെ ഇച്ഛാശക്തിയാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അടിസ്ഥാന സൗകര്യങ്ങളുടെ കാര്യത്തിൽ നിശ്ചലമായിരുന്ന കാലത്തിൽ നിന്ന് കേരളം ഏറെ മുന്നേറിയെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു. ദേശീയപാത വികസനത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ സഹായിച്ചപ്പോഴും കേന്ദ്രം കേരളത്തെ സഹായിച്ചില്ല. എന്നിട്ടും വികസനവുമായി സർക്കാർ മുന്നോട്ടു പോയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പോലീസ് വേട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് മുൻമന്ത്രി തോമസ് ഐസക്. എല്ലാ സർക്കാരിന്റെ കാലത്തും പുഴുക്കുത്തുകൾ പോലീസിൽ ഉണ്ടായിട്ടുണ്ടെന്നും തോമസ് ഐസക് പറഞ്ഞു. ചരിത്രത്തിൽ പോലീസ് വേട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ ഇരയായിട്ടുള്ളത് കമ്മ്യൂണിസ്റ്റുകാരാണെന്ന് മുൻമന്ത്രി തോമസ് ഐസക് അഭിപ്രായപ്പെട്ടു. എല്ലാ സർക്കാരുകളുടെ കാലത്തും പുഴുക്കുത്തുകൾ പോലീസിൽ ഉണ്ടായിട്ടുണ്ട്. രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ അവരുടെ സർക്കാരിൻ്റെ കാലത്തെ പോലീസിൻ്റെ പ്രവർത്തനം പരിശോധിക്കുന്നത് നല്ലതാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ വിഷയം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കി. അത് മറികടക്കാനാണ് പോലീസ് വിഷയം കോൺഗ്രസ് ഉയർത്തുന്നതെന്നും തോമസ് ഐസക് പറഞ്ഞു. രമേശ് ചെന്നിത്തല അദ്ദേഹം മന്ത്രിയായിരുന്ന കാലം മറന്നുപോയിരിക്കുകയാണ്. അന്നുണ്ടായിരുന്ന ഉരുട്ടിക്കൊലകളൊക്കെ എത്രയാണ്. പോലീസിൽ എന്നും ഇങ്ങനെയുള്ള പുഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ ഏറ്റവും വലിയ ഇരകള് രമേശ് ചെന്നിത്തല മനസ്സിലാക്കേണ്ടത് ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരാണ്. അതുകൊണ്ട് ആരും ഞങ്ങളെ പഠിപ്പിക്കേണ്ട പോലീസ് അട്രോസിറ്റീസ് പാടില്ല എന്നുള്ളത്. അതുകൊണ്ടാണ് ഈ സർക്കാർ സ്റ്റേറ്റ് പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ഉണ്ടാക്കിയത്. ഒരു ജഡ്ജിയെ തന്നെ അതിന്റെ അധ്യക്ഷനായിട്ട് വെച്ചത്. അതിന്റെ കണക്കുകൾ കാണിക്കുന്നത് ഇപ്പോഴും കംപ്ലൈന്റ്സ് ഉണ്ട്. കഴിഞ്ഞ വർഷം 94 കംപ്ലൈന്റ്സ് ഉണ്ടായി. ഈ വർഷം ഇതിനകം തന്നെ 40-ലേറെ കംപ്ലൈന്റുകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ UDF ഭരണകാലത്തേക്കാൾ എത്ര കുറവാ? 2018 808 കംപ്ലൈന്റ്സ് ഉണ്ടായതാണ്. കഴിഞ്ഞ വർഷം 94 കുറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. പഴയന്നൂരിൽ മദ്യലഹരിയിൽ അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച മകൻ അറസ്റ്റിൽ. പഴയന്നൂർ കല്ലമ്പറമ്പ് വടക്കേപ്പറമ്പിൽ 60 വയസ്സുള്ള അംബികയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച 35 വയസ്സുള്ള മകൻ കൃഷ്ണകുമാറിനെയാണ് പഴയന്നൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. തിങ്കളാഴ്ച ഉച്ചയോടെ മദ്യലഹരിയിൽ വീട്ടിലെത്തിയ കൃഷ്ണകുമാർ അമ്മ അംബികയുമായി വാക്കേറ്റമുണ്ടായി. തർക്കത്തിനിടെ സമീപത്തുണ്ടായിരുന്ന ആയുധം കൊണ്ട് തലയ്ക്ക് വെട്ടുകയായിരുന്നു. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് പഴയന്നൂർ പോലീസ് വീട്ടിലെത്തി കൃഷ്ണകുമാറിനെ അറസ്റ്റ് ചെയ്തു. അംബികയെ നാട്ടുകാർ ചേർന്ന് ആദ്യം സർക്കാർ ആശുപത്രിയിലും പിന്നീട് മെഡിക്കൽ കോളേജിലും എത്തിച്ചു. ലഹരിക്ക് അടിമയായ കൃഷ്ണകുമാർ വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത് പതിവാണ്. പിടികൂടിയ പ്രതിയെ പഴയന്നൂർ പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചു. ചോദ്യം ചെയ്ത ശേഷം തുടർ നടപടികൾ സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി.
കോലഴിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് വടക്കാഞ്ചേരി സ്വദേശി മരിച്ചു. വടക്കാഞ്ചേരി പാർലിക്കാട് സ്വദേശി സലീം മുഹമ്മദാണ് മരിച്ചത്. ഷൊർണൂർ കൊടുങ്ങല്ലൂർ സംസ്ഥാന പാതയിലെ കോലഴിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അപകടം. സലീം മുഹമ്മദ് സഞ്ചരിച്ചിരുന്ന ബൈക്ക് കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ബന്ധുവിൻ്റെ മരണവാർത്തയറിഞ്ഞ് തൃശൂരിൽ നിന്ന് മടങ്ങും വഴിയാണ് സലീം അപകടത്തിൽപ്പെട്ടത്. ഗുരുതരമായി പരിക്കേറ്റ സലീമിനെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അന്തർ സംസ്ഥാന ടാർ മോഷ്ടാവ് പഴയന്നൂർ പോലീസിന്റെ പിടിയിൽ. തമിഴ്നാട് തിരുനെൽവേലി സ്വദേശി 48 വയസ്സുള്ള ഷെയ്ഖ് മൊയ്തീനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. തിരുവല്ലോമല മലേശമംഗലം ഭാഗത്ത് സൂക്ഷിച്ചിരുന്ന 58 ബാരൽ ടാർ മോഷണം പോയ സംഭവത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത്. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ ഇളങ്കോ IPSന്റെ നിർദ്ദേശപ്രകാരം കുന്നംകുളം ACP സന്തോഷ് കുമാർ, പഴയന്നൂർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ മുഹമ്മദ് ബഷീർ എന്നിവരുടെ നേതൃത്വത്തിൽ സബ് ഇൻസ്പെക്ടർ പൗലോസ് ലിപ്സൺ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ഹരി, ശിവകുമാർ, വിപിൻ, സിവിൽ പോലീസ് ഓഫീസർ മനീഷ്, വിപിൻ എന്നിവരടങ്ങുന്ന സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. ടാർ കടത്തുന്നതിനായി പ്രതി ഉപയോഗിച്ച വാഹനങ്ങൾ അന്വേഷണ സംഘം തിരുനെൽവേലിയിൽ നിന്ന് കണ്ടെത്തി. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുന്നംകുളം പോലീസ് സ്റ്റേഷനിൽ യൂത്ത് കോൺഗ്രസ് നേതാവിനെ മർദ്ദിച്ച പോലീസുകാരൻ ഇപ്പോൾ പഴയന്നൂരിൽ VEO ആയി ജോലി ചെയ്യുകയാണെന്ന് കോൺഗ്രസ്. VEO ആയി ജോലി ചെയ്യുന്ന സുഹൈറിനെ സർവീസിൽ നിന്ന് പിരിച്ചുവിടണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് ചേലക്കര ബ്ലോക്ക് കമ്മിറ്റി പഴയന്നൂർ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PK മുരളീധരൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് T ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പഴയന്നൂർ മണ്ഡലം പ്രസിഡന്റ് PC മനോജ്, എളനാട് മണ്ഡലം പ്രസിഡന്റ് C ശ്രീകുമാർ, DCC സെക്രട്ടറിമാരായ TM കൃഷ്ണൻ, TA രാധാകൃഷ്ണൻ, P സുലൈമാൻ, മഹിളാ കോൺഗ്രസ് നേതാക്കളായ T നിർമ്മല, ബീന സന്തോഷ്, രാധാമണി, ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ഭാരവാഹികളായ PK പ്രകാശൻ, ശിവൻ വീട്ടിക്കുന്ന്, വിനോദ് പന്തലാടി, മോഹനൻ പാറത്തൊടി, രാമു മലവട്ടം, യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അഖിലാഷ് പാഞ്ഞാൾ, സജിത് എളനാട് തുടങ്ങിയവർ പ്രസംഗിച്ചു. പിരിച്ചുവിടുന്നവരെയുള്ള സമരം ഞങ്ങൾ തുടങ്ങും. അതുപോലെ തന്നെ ഈ പഞ്ചായത്ത് ഓഫീസിന്റെ ഉള്ളിൽ സുഹൈൽ എന്നൊരുത്തൻ ജോലി ചെയ്യുന്നു. പോലീസ് വിട്ട് PI ഇവിടെ വന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഭരിക്കുന്ന ഈ പഞ്ചായത്തിന്റെ മുന്നിൽ നിന്ന് ഈ സമരം ചെയ്യേണ്ട ഗതികേട് ഞങ്ങൾക്ക് വന്നത്. പക്ഷേ സുഹൈലെ, 2 കാലമേ നീ ഈ അങ്ങാടിയിലൂടെ നടക്കില്ല, ഒരു മാറ്റം വേണ്ട. കോൺഗ്രസ് പറയുന്നത് ഞങ്ങളുടെ കുട്ടികളെ തല്ലിയിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ പകരം ചോദിക്കും. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. വാണികുളം പഞ്ചായത്തിലെ ഹരിതകർമ്മസേന അംഗങ്ങൾക്ക് സുരക്ഷാ ഉപകരണങ്ങൾ വിതരണം ചെയ്തു. പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ വിതരണോദ്ഘാടനം നിർവഹിച്ചു. 2 ലക്ഷം രൂപയുടെ സുരക്ഷാ ഉപകരണങ്ങളാണ് വാണിയംകുളം പഞ്ചായത്തിലെ ഹരിതകർമ്മസേനാ അംഗങ്ങൾക്ക് വിതരണം ചെയ്തത്. റെയിൻകോട്ട്, യൂണിഫോം, ഗ്ലൗസ്, ഗംബൂട്ട്, തൊപ്പി തുടങ്ങിയവയാണ് 36 പേർക്ക് നൽകിയത്. വിതരണോദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ നിർവഹിച്ചു. ആവശ്യപ്പെട്ടത് എല്ലാവരും എല്ലാതും ഉള്ള വാങ്ങിക്കൊടുക്കാൻ പറ്റുന്നതെല്ലാം ആരോഗ്യ സംരക്ഷണവുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഹരിതകർമ്മസേനയ്ക്ക് വന്ന ഉപകരണങ്ങൾ വാങ്ങി നൽകണം എന്ന അഭിപ്രായത്തോട് കൂടിയിട്ടാണ് പ്രവർത്തിച്ചു വെച്ചിരുന്നത്. കുറവുണ്ടെങ്കിൽ അടിയന്തരമായി നിർദ്ദേശിക്കുകയും നല്ല സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ച് ശുദ്ധമേഖലയുടെ പ്രവർത്തനം നടത്തുമ്പോൾ സുരക്ഷാ ഉപകരണങ്ങൾ ആ ജോലിയെടുക്കുന്ന ആളുകൾക്ക് ആവശ്യം. സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗിച്ചാൽ തന്നെ നമ്മൾ മാലിന്യത്തിലാണ് നമ്മുടെ തൊഴിൽ എന്നുള്ളതുകൊണ്ട് അസുഖങ്ങൾക്ക് സാധ്യത. ആ സാധ്യത പരമാവധി സുരക്ഷാ ഉപകരണങ്ങൾ ഉപയോഗപ്പെടുത്തി. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി PT സുരേഷ് അധ്യക്ഷത വഹിച്ചു. അമൽ, ഹെൽത്ത് ഇൻസ്പെക്ടർ ഷബ്ന സൈദു എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. കോഴിക്കോട്ട് നടന്ന ISKA കിക്ക് ബോക്സിംഗ് ചാമ്പ്യൻഷിപ്പിൽ സ്വർണം നേടിയ കുളപ്പള്ളി സ്വദേശി അരുൺ ദാസിന് BJP കുരുട്ടിക്കുന്ന് ഏരിയ കമ്മിറ്റിയുടെ ആദരം. ചാമ്പ്യൻഷിപ്പിലെ സീനിയർ വിഭാഗത്തിലാണ് അരുൺ ദാസ് കേരളത്തിനു വേണ്ടി സ്വർണം നേടിയത്. BJP മലപ്പുറം വെസ്റ്റ് ജില്ലാ സഹപ്രഭാരി KM ഹരിദാസ് അരുൺ ദാസിന്റെ വീട്ടിലെത്തി പൊന്നാടയണിയിച്ച് ഉപഹാരം കൈമാറി. KK മനോജ്, ഉമേഷ്, മെബിൻ, ചിത്ര, ഹരിദാസ്, പ്രീത ഉണ്ണികൃഷ്ണൻ, രാംദാസ് എന്നിവർ പങ്കെടുത്തു. കുളപ്പള്ളി മളത്തിൽക്കുന്ന് വീട്ടിൽ
മോഹൻദാസ് ശോഭ ദമ്പതികളുടെ മകനാണ് അരുൺദാസ്. ഷൊർണൂർ നഗരസഭ കുടുംബശ്രീയുടെ ആഭിമുഖ്യത്തിൽ നടപ്പാക്കിയ ചെണ്ടുമല്ലി കൃഷിയുടെ വിളവെടുപ്പ് ഉത്സവാന്തരീക്ഷത്തിൽ നടന്നു. വിളവെടുപ്പ് ഉത്സവം നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു. നഗരസഭയോട് ചേർന്ന് പുതുതായി നിർമ്മിക്കുന്ന ടേക്ക് എ ബ്രേക്കിന് സമീപമാണ് 125 ഗ്രോ ബാഗുകളിലായി ചെണ്ടുമല്ലി കൃഷി നടത്തിയത്. വിളവെടുപ്പുത്സവ ചടങ്ങിൽ CDS ചെയർപേഴ്സൺ VC സിന്ധു അധ്യക്ഷത വഹിച്ചു. ഉപജീവന ഉപസമിതി കൺവീനർ മാലിനി, കുടുംബശ്രീ സംരംഭക സുധ, നഗരസഭാ ജീവനക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂരിന്റെ ഓണാഘോഷത്തിന് സമാപനം കുറിച്ച് ആവേശത്തിന്റെ പുലിക്കളി. പുലിമടകളിൽ നിന്ന് ആർത്തെത്തിയ പുലിക്കൂട്ടം ശക്തന്റെ നഗരിയെ ത്രസിപ്പിച്ചു. ആയിരങ്ങളാണ് പുലിപൂരത്തിന്റെ ആവേശം ഏറ്റുവാങ്ങാൻ സ്വരാജ് റൗണ്ടിൽ തടിച്ചുകൂടിയത്. അരമണി കുലുക്കി കുടവയർ കുലുക്കിയെത്തിയ പുലിക്കൂട്ടങ്ങൾ സ്വരാജ് റൗണ്ടിനെ അക്ഷരാർത്ഥത്തിൽ കീഴടക്കി. പുലിമടകളിൽ നിന്ന് ഇരമ്പി ആർത്തെത്തിയ പുലിക്കൂട്ടത്തെ കാണാൻ പുരുഷാരം തടിച്ചുകൂടിയിരുന്നു. ഓരോ തവണയും പുതുമകൾ കൊണ്ടുവരുന്ന പുലിക്കളി സംഘങ്ങൾ ഇക്കുറിയും ഒട്ടേറെ പുതുമകൾ കാഴ്ചക്കാർക്ക് സമ്മാനിച്ചു. വൈകുന്നേരം 4 മണിയോടെയാണ് സ്വരാജ് റൗണ്ടിലേക്ക് പുലിക്കൂട്ടങ്ങൾ ഇറങ്ങിയത്. ഇതോടെ വീറും വാശിയും മാറ്റുരച്ചു. അയ്യന്തോൾ, കുട്ടൻകുളങ്ങര, സീതാറാം മിൽ, ചക്കാമുക്ക്, നായ്ക്കനാൽ യുവജന സംഘം, ശങ്കരൻകുളങ്ങര, വെളിയന്നൂർ, പാട്ടുരാക്കൽ എന്നീ 9 സംഘങ്ങളാണ് ഇത്തവണ മാറ്റുരച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാലക്കാട് ജില്ലയിൽ ന്യൂ ഇന്ത്യ ലിറ്ററസ് പ്രോഗ്രാമിന്റെ 3ാം ഘട്ട പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. 8000 നിരക്ഷരരെയാണ് ജില്ലയിൽ നിന്നും സാക്ഷരരാക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത് എന്ന് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സജി തോമസ് STVയോട് പറഞ്ഞു. 3ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി കാലിക്കറ്റ് സർവകലാശാല NSS യൂണിറ്റുമായി സഹകരിച്ച് ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള സർവേ നടന്നുവരുന്നു. നിലവിൽ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിൻ്റെ 1-2 ഘട്ടങ്ങൾ ജില്ലയിൽ വിജയകരമായി പൂർത്തിയാക്കി. 2ാം ഘട്ടത്തിൽ ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഉല്ലാസ് പദ്ധതി അട്ടപ്പാടിയിൽ മാത്രമാണ് നടപ്പാക്കിയത്. അട്ടപ്പാടി പ്രത്യേക കുടുംബശ്രീ പദ്ധതിയുമായി ചേർന്നാണ് പദ്ധതി നടപ്പിലാക്കിയത്. 3ാം ഘട്ട പ്രവർത്തനങ്ങളുടെ ഭാഗമായി 8000 നിരക്ഷരരെയാണ് ജില്ലയിൽ നിന്നും സാക്ഷരരാക്കുന്നതിന് തീരുമാനിച്ചിരിക്കുന്നത്. 3ാം ഘട്ട പ്രവർത്തനങ്ങളിൽ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനുള്ള ഓൺലൈൻ സർവേയാണ് നടന്നുവരുന്നത്. അതോടൊപ്പം തന്നെ തുടർ പഠനം താൽപ്പര്യമുള്ള ആളുകളുടെ വിവരങ്ങളും ഇതോടൊപ്പം ശേഖരിക്കുന്നു. സർവേയിൽ സാക്ഷരതാ പ്രേരകന്മാർക്ക് പുറമെ ജില്ലയിലെ കാലിക്കറ്റ് സർവകലാശാലയുടെ കീഴിലുള്ള കോളേജുകളിലെ NSS വളണ്ടിയർമാരുടെ സേവനം കൂടി ഉപയോഗപ്പെടുത്തുന്നു. അവശേഷിക്കുന്ന നിരക്ഷരെ സാക്ഷരരാക്കുക, അതിലൂടെ പരിപൂർണ സാക്ഷരത നേടുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യമെന്ന് സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സജി തോമസ് STVയോട് പറഞ്ഞു. സാക്ഷരതാ മിഷന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്ന ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം ഉല്ലാസ് പദ്ധതിയുടെ 3ാം ഘട്ട പ്രവർത്തനം ജില്ലയിൽ നടപ്പിലാക്കി വരികയാണ്. ഈ പദ്ധതിയിലെ ഗുണഭോക്താക്കളെ കണ്ടെത്തുന്നതിനായി NSS യൂണിറ്റ് അംഗങ്ങളുമായി സഹകരിച്ച് സർവേ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. അവശേഷിക്കുന്ന നിരക്ഷരരെ സാക്ഷരരാക്കുക, അതിലൂടെ പരിപൂർണ സാക്ഷരത നേടുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. 1ഉം 2ഉം ഘട്ടം ജില്ലയിൽ വിജയകരമായി പൂർത്തിയായി. 7739 പേരാണ് 1ാം ഘട്ട പരീക്ഷ വിജയിച്ചത്. അട്ടപ്പാടിയിൽ നിന്നും 1445 പേര് ഈ പദ്ധതിയുടെ ഭാഗമായി ആദിവാസി മേഖലയിലുള്ള ആളുകൾ പരീക്ഷ എഴുതി വിജയിച്ചു. ജില്ലയിൽ പദ്ധതിക്ക് ജില്ലാ പഞ്ചായത്തിന്റെ പൂർണ്ണ പിന്തുണ നൽകുമെന്ന് ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷാബര ടീച്ചറും പറഞ്ഞു. ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാമിൻ്റെ 3ാം ഘട്ട പ്രവർത്തനങ്ങൾ പാലക്കാട് ജില്ലയിൽ നടക്കാൻ പോവുകയാണ്. 2 ഘട്ടവും വളരെ വിജയകരമായിക്കൊണ്ട് തന്നെ ജില്ലയിൽ പൂർത്തിയാക്കുകയും
ധാരാളം ആളുകളെ എഴുത്തും വായനയിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായി കൊണ്ട് തന്നെ മൂന്നാം ഘട്ട പ്രവർത്തനത്തിൻ്റെ സർവേ ജില്ലയിൽ 2 ഭാഗങ്ങളിലായിട്ട് തുടങ്ങി വെച്ചിട്ടുണ്ട്. അത് 8000 പേരെയാണ് നമ്മൾ ടാർഗറ്റ് ചെയ്തിട്ടുള്ളത്. അത് പൂർത്തിയാക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിന് പാലക്കാട് ജില്ലാ പഞ്ചായത്തിൻ്റെ എല്ലാ പിന്തുണയും ഓരോ ഭാഗത്തും നമ്മൾ കൊടുത്തുകൊണ്ടാണ് ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നത്. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ധനസഹായത്തോടെ കേരള സംസ്ഥാന സാക്ഷരതാ മിഷൻ അതോറിറ്റി നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ന്യൂ ഇന്ത്യ ലിറ്ററസി പ്രോഗ്രാം. കേരളത്തിലെ പട്ടികജാതി പട്ടികവർഗ ന്യൂനപക്ഷ മറ്റു പിന്നോക്ക വിഭാഗങ്ങളിൽ അവശേഷിക്കുന്ന നിരക്ഷരെ സാക്ഷരരാക്കുന്നതിനെ വിഭാവനം ചെയ്യുന്ന പദ്ധതിയാണിത്. പദ്ധതിയുടെ കാലയളവ് 5 വർഷമാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലെയും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സഹകരണത്തോടെയാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഞ്ചിക്കോട് ഇൻഡസ്ട്രീസ് ഫോറം വ്യവസായ മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഇൻഡസ്ട്രിയൽ സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് തുടക്കം കുറിച്ചത് LDF സർക്കാർ. നാടിന്റെ വികസനം സമൂഹം അറിയരുതെന്ന വാശി ചിലർക്കുണ്ടെന്ന് മുഖ്യമന്ത്രി. പോലീസ് വേട്ടയ്ക്ക് ഏറ്റവും കൂടുതൽ ഇരയായത് കമ്മ്യൂണിസ്റ്റുകാരെന്ന് മുൻമന്ത്രി തോമസ് ഐസക്. എല്ലാ സർക്കാരിന്റെ കാലത്തും പോലീസിൽ പൊഴുക്കുത്തുകൾ ഉണ്ടായിട്ടുണ്ട്. പോലീസ് വിഷയം കോൺഗ്രസ് ഉയർത്തുന്നത് രാഹുൽ മാങ്കൂട്ടം സൃഷ്ടിച്ച പ്രതിസന്ധിയെ മറികടക്കാനെന്നും തോമസ് ഐസക്. പഴയന്നൂരിൽ മദ്യലഹരിയിൽ അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച മകൻ അറസ്റ്റിൽ. വെട്ടേറ്റത് പഴയന്നൂർ കല്ലംപറമ്പ് വടക്കേപ്പറമ്പിൽ അംബികയ്ക്ക്. മകൻ കൃഷ്ണകുമാറിനെ ചോദ്യം ചെയ്തു വരികയാണെന്ന് പോലീസ്. അന്തർ സംസ്ഥാന ടാർ മോഷ്ടാവ് പഴയന്നൂർ പോലീസിന്റെ പിടിയിലായത് തിരുനെൽവേലി സ്വദേശി ഷെയ്ഖ് മൊയ്തീൻ. തൃശൂർ കോലഴിയിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ച് വടക്കാഞ്ചേരി പാർലിക്കാട് സ്വദേശിയായ യുവാവിന് ദാരുണാന്ത്യം. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.